എടാ ബാസിലെ എന്തൊക്കെ? സുഖാടാ. എവിടെ എൻ്റെ സിപ്പുട്ടൻ ഓനക്ക് പണിയായി. എനിക്ക് അന്നനെ തോന്നിക്കണ് ഓനൊക്കെ എവിടെങ്കിലും എത്തുകയും ചെയ്യും, ഇജിങ്ങനെ തേരാപ്പാര നടക്കൂന്ന്. അല്ല എൻ്റെ കാമുകിയുടെ ഓള് തേച്ചടാ. അതിക്ക് ഫസ്റ്റ് ഇയർ തന്നെ വന്നപ്പോൾ മനസ്സിലായിക്കണേ. അല്ല എനിക്കിപ്പോൾ എത്താ പരിപാടി? ഞാൻ PSC കൊടുത്തിക്കണേ തന്നെ. ഇജ് PSC കൊടുത്തില്ല? അല്ല അത് റിസൾട്ട് എൻ്റെ സെപ്റ്റംബർ വന്ന ഇന്ന് 13 ചെങ്ങായ. ഇന്നാ കാര്യത്ത് പറയാടാ. പോടാ. ആന്നേ ഞാൻ പോരുന്ന. ഹലോ പിന്നെ നമ്മളാ PSCന്റെ റിസൾട്ട് അതെന്തായി? അങ്ങ് കിട്ടിയോ? എടാ എനിക്ക് കിട്ടിയടാ. ഇന്റെ നോക്കി വെച്ച്. ഏടാ ഞാൻ നോക്കിയിട്ടില്ല, കുറച്ച് തിരക്കില്ല. എനിക്കാണെങ്കിൽ ഫോണിൽ നെറ്റും ഇല്ല. ഇപ്പാൻ്റെ മൊബൈൽ എടുത്താലാ? ചോദിച്ചു നോക്കാം. ഇപ്പാ നിങ്ങളെ ഫോണൊന്ന് വേണേ. എന്തിനാ ഫോണ്? അത് PSCന്റെ റിസൾട്ട് എന്നാണ്. അതിനെന്തിനാ ഫോണ്? ഓൺലൈനിലാണ് റിസൾട്ട് വരണ്ടേ, ഓൺലൈനിൽ. എന്നാ മേശപ്പുറത്തുണ്ടാവും ഫോൺ. അല്ല മോനെ, ഇജെന്താ മുടി ഇട്ടാത്ത? മുടിയെല്ലാം വലുതായിക്കണല്ലോ. നാളെ വെട്ടിക്കോണ്ടി. അത് പറയുമ്പോൾ കണ്ടേ മുങ്ങണേ. ഹോട്ട്സ്പോട്ടാണെങ്കിൽ റേഞ്ചും ഇല്ല. എന്തൊരു കഷ്ടമാണ്. വന്ന് നോക്കട്ടെ. എടാ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം എന്തായി? കിട്ടിയാ? കിട്ടിയില്ലപ്പ. എന്നെക്കൊണ്ട് ഈ ഭൂമിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാ, ഈ കുടുംബത്തിനെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഒക്കത്തിൻ്റെ വിചാരം ഞാൻ പണിയെടുത്ത് ജീവിച്ച്. അതാണ് നിങ്ങളൊക്കെ ആ ചിന്ത കൊണ്ടാണ് നിങ്ങളെ ബെട്ടക്കായിക്കൊണ്ട്. ഇതെന്തോന്ന് പറയാത്ത? കിട്ടിയാ റിസൾട്ട്? എന്തായി? കിട്ടിയില്ലപ്പ. കുഴപ്പമില്ല, അടുത്ത് നോക്കാം. ഇതെല്ലാം കഴിച്ചാ? ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല. നീ വേടാ കഴിച്ചിട്ട് പോവാ. എനിക്ക് വേണ്ട, ഇപ്പൊ പോയി കഴിച്ചോളി. എടാ ഒന്ന് കഴിഞ്ഞാ അടുത്തത്. ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞതാ. ഇങ്ങനെയല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുക. എവിടെ എത്തണമെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് അത് വിടരുത്, അത് നമ്മെ തളർത്തും. അത് വിചാരിച്ചൊന്നും ചെയ്യാതിരിക്കരുത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരുത്തനും ഒരു ദിവസം വരും. ഏത് പട്ടിക്കും ഒരു നാൾ വരും എന്നല്ലേ പഴഞ്ചൊല്ല്. അങ്ങനെയല്ല, നിനക്കും ഒരു നാൾ വരും. നീ വെയിറ്റ് ചെയ്യണം. അത് വിചാരിച്ച് പട്ടിണി കിടക്കണ്ട. നല്ല വയറ് നിറച്ച് കഴിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രതികാരം, കേട്ടോ? എന്നാ വാ, ഭക്ഷണം കഴിച്ചിട്ട് പോ. ആ മനുഷ്യൻ നിങ്ങൾക്കറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിലും വിജയികളിലും ഒരാളായിരുന്നു അദ്ദേഹം. പെട്ടെന്നൊരു ദിവസം ഒരു ആക്സിഡൻറ്റ് അദ്ദേഹത്തെ വളരെയധികം തളർത്തി. പക്ഷെ അയാൾ വീടില്ല. അയാൾ അതിനെ പൊരുതി ഒരു വാശിയാക്കി മാറ്റി. എൻ്റെ ഒരു കാല് പോയി, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ജീവിതത്തിൽ തോറ്റു എന്ന് വിചാരിക്കുന്നതിൽ പകരം ജീവിതത്തെ ചരിത്രമാക്കാൻ നോക്കിയ ഒരാളാണ്. എനിക്കും ഒരു ദിവസം ഈ കുടുംബത്തെ ചരിത്രമാക്കി മാറ്റണം.